നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കരയണത്? ഞാൻ എത്ര വിളിച്ചു പോയിട്ടും നമ്മുടെ ഈ തട്ടയുടെ ഒരു മനുഷ്യൻ പോലും കേറുന്നില്ല. നിങ്ങൾ എന്തെന്നാ വിളിച്ചു കൂകണത്? ഓ, കൂടെ ജീവിക്കണ എനിക്ക് തന്നെ മനസ്സിലാവുള്ള. പിന്നെയാണ് ഇനി നാട്ടുകാർക്ക് അവരൊക്കെ വിചാരിച്ചെന്നറിയോ ജനറേറ്റർ ഓൺ ആക്കിയതാണ്. അതെ, വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ആൾ കൂട്ടാൻ പറ്റും. പിന്നെന്താ എനിക്ക് പറ്റുമല്ലോ. ദൈവമേ, ഈശ്വരാ. റെഡി സർ? പേപ്പർ, തട്ടിൽ കുട്ടി ദോശ, സാമ്പാറ്, ചമ്മന്തി, ചട്ടിണി, പട്ടിണി. അല്ല, നമുക്ക് പട്ടിണിയാണ്. ഇനി പോയ പട്ടിണി ആവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയ. ഇതെന്തിനാ പിന്നെ കരയുന്നേ? പോയതാണ്. ഏമ്പൊക്കം കരച്ചിലൊക്കെ ഒരേ മീറ്റർ, അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാവൂല. എന്റെ പൊന്ന് ദാസില്ല, സ്കൂളിലൊക്കെ ബോർഡ് വെക്കാൻ പോവാ, ശബ്ദ മലിനീകരണം തടഞ്ഞിരിക്കുന്നു. ഒരുപാട് വണ്ടികളൊന്നും പോണ സ്ഥലമല്ലേ. വണ്ടി പോണോണ്ടല്ലോ നിങ്ങൾ ഏത് നേരം നോക്കിയാലും പിന്നെ അവര് ബോർഡ് വെക്കൂലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ പതുക്കെ സംസാരിക്കാം. ഓ, പതുക്കെ സംസാരിച്ചാ മതി. ഇതാണോ നിങ്ങളെ പതുക്കെ? എനിക്ക് സംസാരിക്കാൻ ഇതിലും ഭേദം നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചോ. അതാണല്ലോ ഞാൻ പറഞ്ഞു.